ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 7. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യച്ഛ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. വ്യാഖ്യാനം. ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ ഏറ്റവും നിർണായകമായ തിരുമുറക്കങ്ങളിൽ ഒന്നാണ്. ഇവിടെ അർജുനൻ തൻ്റെ മനസ്സിൻ്റെ പൂർണ്ണമായ അവസ്ഥ തുറന്നു സമ്മതിക്കുന്നു. എൻ്റെ സ്വഭാവം ദൗർബല്യത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ധർമ്മത്തെക്കുറിച്ച് ഞാൻ ആശയക്കുഴപ്പത്തിലാണ് എന്ന് അർജുനൻ പറയുന്നു. ഇവിടെ അർജുനൻ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതുവരെ അർജുനൻ സ്വന്തം ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അർജുനൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, തൻ്റെ ചിന്തകൾ തന്നെ അർജുനനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് തന്നെ പറയുന്നത്, ഞാനിപ്പോൾ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് എന്താണ് ശ്രേയസ് എന്ന് ദയവായി പറയൂ. ഇത് വെറും ഒരു ചോദ്യമല്ല, ഇതൊരു ആത്മീയ സമർപ്പണമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷം അവൻ തൻ്റെ അഹങ്കാരം വിട്ട് സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന നിമിഷമാണ്. അർജുനൻ്റെ ഈ സമർപ്പണം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം ലഭിക്കാൻ ആദ്യം വിനയം വേണം എന്നതാണ്. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത ജ്ഞാനത്തിൻ്റെ വാതിലടയ്ക്കും. എനിക്കറിയില്ല, എന്നെ പഠിപ്പിക്കൂ എന്ന വിനയമാണ് ദൈവജ്ഞാനത്തിൻ്റെ തുടക്കം. ശ്ലോകം 8. നാഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഈ ശ്ലോകത്തിൽ അർജുനൻ തൻ്റെ വിഷാദത്തിൻ്റെ ആഴം തുറന്നു പറയുന്നു. ഈ ദുഃഖം എൻ്റെ ഇന്ദ്രിയങ്ങളെ വരണ്ടു പോകുന്നത് പോലെ തളർത്തുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യം കിട്ടിയാലും ദേവന്മാരുടെ അധികാരം കിട്ടിയാലും ഈ ദുഃഖം മാറില്ല എന്നാണ് അർജുനൻ പറയുന്നത്. ഇത് വളരെ ആഴമുള്ള ആത്മീയ സത്യമാണ്. മനുഷ്യൻ പലപ്പോഴും കരുതുന്നത് പുറമേയുള്ള നേട്ടങ്ങൾ ഉള്ളിലെ ശൂന്യത നിറയ്ക്കുമെന്നാണ്. സമ്പത്ത്, അധികാരം, വിജയം ഇവയെല്ലാം സന്തോഷം നൽകുമെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. പക്ഷേ അർജുനൻ ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പുറമേയുള്ള വിജയങ്ങൾ ഉള്ളിലെ വിഷാദത്തെ മാറ്റാൻ കഴിയില്ല. ഇത് ഇന്നത്തെ ജീവിതത്തിലും അത്രത്തോളം സത്യമാണ്. പലർക്കും എല്ലാം ഉണ്ടെങ്കിലും മനസ്സിൽ സമാധാനമില്ല. കാരണം ഉള്ളിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം പുറത്തുനിന്ന് ലഭിക്കില്ല, അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അർജുനൻ്റെ ഈ തിരിച്ചറിവാണ് ഭഗവത്ഗീതയുടെ അടുത്ത ഘട്ടത്തിന് അടിത്തറ ഒരുക്കുന്നത്. അർജുനൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു, തൻ്റെ പ്രശ്നത്തിന് സാധാരണ ഉപദേശം പോരാ, ദൈവജ്ഞാനം വേണം. ഇതോടെയാണ് ഭഗവത്ഗീതയുടെ മഹത്തായ ഉപദേശം പൂർണ്ണ ശക്തിയോടെ ആരംഭിക്കുന്നത്. അർജുനൻ്റെ വിഷാദം ഇപ്പോൾ ജ്ഞാനത്തിലേക്കുള്ള വാതിലായി മാറിയിരിക്കുന്നു. പുറമേയുള്ള വിജയം ഉള്ളിലെ ശൂന്യത നിറയ്ക്കില്ല. ജ്ഞാനമാണ് ആത്മശാന്തി നൽകുന്നത്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.